ഇനിയിപ്പം ഞാനേ 4 ദിവസം കഴിഞ്ഞ് എൻ്റെ മോൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടാ. അപ്പം ഞങ്ങൾ നനയ്ക്കാനൊന്നും ആളില്ല. ഒക്കെ വാടാണ്ടേ അമ്മ വരുന്നവരെ ഇങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. ഞാൻ രാജേഷിൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് വന്ന് ചിലപ്പോൾ നനച്ചു തരുമായിരിക്കും. എന്നാൽ അവർക്ക് ദിവസം വരാനൊന്നും കഴിയില്ലല്ലോ കേട്ടോ. നിങ്ങളോടൊക്കെയാണ് പറയുന്നത്. അപ്പം മോൻ വിളിക്കാന്ന് പറഞ്ഞു, ഇത്ര നേരം വിളിച്ചിട്ടില്ലല്ലോ. അതാ കോള് വന്നു. എൻ്റെ മോൻ വിളിക്കുന്നു കേട്ടോ. ആ മോനെ, അമ്മ ചെടികൾ നനച്ചോണ്ടിരിക്കുക. അമ്മ തനിയെ സംസാരിക്കുക. ഇനിയിപ്പോ 4 ദിവസം കഴിഞ്ഞ് നമ്മൾ പോവുമല്ലേ. മോൻ എത്ര മണിക്ക് എത്തുക? ആണോ? പുലർച്ചയ്ക്ക് എത്തൂല്ലേ രാവിലെ? ആ ആ ആ ആ ശരി. ഞാൻ ഡ്രൈവറെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, രാഘവൻ വന്ന് കൂട്ടിയിട്ട് വരാം. ആ, എല്ലാം റെഡി ആയിട്ടുണ്ടാവും മോനെ? വരേണ്ട ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ടാവൂല്ലേ? ആ ശരി മക്കളെന്നാ ശ്രദ്ധിച്ച് വരണം കേട്ടോ. ആ ശരി എന്നാ, ശരി ശരി. ഓ, എൻ്റെ മോൻ നാളെ രാവിലെ നേരത്തെ എത്തും. മതി കേട്ടോ, വെള്ളമൊക്കെ ഇപ്പം മതി. ഞാനതൊന്ന് ഓഫാക്കട്ടെ. ഇനിയിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പാട്ട് കേട്ടോണ്ടിരുന്ന റേഡിയോ. ഇനി നിന്നെ എടുക്കാൻ എനിക്ക് സമയം ഉണ്ടാവില്ല. എൻ്റെ മക്കൾ വന്ന ഒരേ തിരക്കായിരിക്കും. പിന്നെ പോകേണ്ട കാര്യങ്ങളായി. അതവിടെ തന്നെ ഇരുന്നു. ഞാൻ എന്തായാലും 3-4 മാസം കഴിഞ്ഞ് അവിടെ തിരിച്ചെത്തുമല്ലോ. സോഫയും കാര്യങ്ങളൊക്കെ അവർ വന്ന് ഉപയോഗിച്ച് കഴിഞ്ഞൊക്കെ പോകുമ്പോൾ ഒക്കെ നല്ലോണം ഒന്ന് കവർ ചെയ്ത് വെക്കാം. പൊടി പാറിയാൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നേരെയൊക്കെ. ഓ, ഒരു കാര്യം പറഞ്ഞു, പേപ്പർ ആരോട് ഇപ്പം തന്നെ പറയണ്ടേ 4 ദിവസത്തിന് പേപ്പർ മതി എന്നുള്ളത്. അത് വിളിച്ച് പറയട്ടെ അവനെ. അവൻ വന്ന് പുലർച്ചയ്ക്ക് പേപ്പർ ഇട്ട് കണ്ട് പോയാലേ പൈസ കൊടുക്കാൻ ഇവിടെ ആളില്ലെങ്കിൽ പേപ്പർ നമുക്ക് വേണ്ടല്ലോ. ആ ഗിരീഷേ, നോക്ക്, നീ എപ്പോഴത്തെ പോലെ ആവണ്ട കേട്ടോ. നീ പേപ്പറിന് പൈസ വാങ്ങാനേ വരുന്നില്ല. ഇത് 4 ദിവസം കൂടി പേപ്പർ മതി കേട്ടോ. 5-ാം പക്കം ഞങ്ങൾ പോവുക ദുബായിലേക്ക്. അത് നിന്നെ കാണണ്ടേ പറയണെങ്കിൽ. എങ്ങനെ പറയാൻ പറ്റാനാ? ആ, ഒരു കാര്യം ചെയ്യ്, നീ ഇന്ന് പൈസ വാങ്ങിക്കാൻ വന്നോ. ആ ആ മോൻ്റെ അടുത്തേക്ക് പോവുക. ഇവിടെ തനിയെ എത്രയായി ഇങ്ങനെ ഇരിക്കുന്നത്. അവൻ പറഞ്ഞു 4 മാസം അവിടെ നിൽക്കുക അമ്മ, എന്നിട്ട് വരാമെന്നുള്ളത്. ആ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഇന്ന് തന്നെ വരണം കേട്ടോ പൈസ വാങ്ങാൻ. പിന്നെ എൻ്റെ മോൻ വന്ന് എനിക്കിവിടെ ഒന്നിനും സമയം കിട്ടില്ല, തിരക്കായിരിക്കും ഞങ്ങൾക്ക്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. അപ്പം ഞാൻ അവൻ്റെ കാര്യം ഇനി ഞാരിനേക്കോ ഉണ്ടാവും ഓർമ്മപ്പെടുത്താൻ. പിന്നെ പൂജാമുറിയും കാര്യങ്ങളൊക്കെ അതൊക്കെ 2 ദിവസം കൂടി വിളക്കൊക്കെ വെക്കണമല്ലോ. അയ്യോ, ഇപ്പം പാല് വെച്ചിട്ട് പോയോ? ഞാൻ അവനെ നോക്കി നിന്നതാ, നാളേക്ക് ഒരു 4 പാക്കറ്റ് പാല് വേണമെന്ന് പറയേ. ഇപ്പം എൻ്റെ മക്കൾ വരുമ്പോൾ പാല് വേണ്ട രാവിലെ. ഇപ്പം എന്തെങ്കിലും നോക്കട്ടെ, അവൻ നമ്പർ അവിടെ ഉണ്ടാകും, തിരഞ്ഞു നോക്കട്ടെ. കുട്ടികൾ വരുമ്പോൾ ഒരു പാക്കറ്റ് പാലും കൊണ്ട് എന്താക്കാനാ? കുറേ സമയം തരണേ. പാല് കൊണ്ടുവരുന്ന സമയം ഉണ്ടല്ലോ, ഉച്ച സമയത്ത് ഇത്ര നേരം വരാനില്ല. ഇത് മുഴുവനും കത്തിച്ചു കഴിഞ്ഞാൽ വെണ്ണീരിനെയൊക്കെ വാരി തെങ്ങിൽ കൊട്ടാലോ. കുറേ മട്ടലുണ്ട് ഉണങ്ങിയത്. ഇപ്പം ആർക്കത് കൊടുക്കുക? അപ്പോൾ ഇവരിനൊന്നും പുറത്ത് കാണുന്നില്ല. ആ രാജി, രാജി, ഇവിടെ കുറേ മട്ടലുണ്ട് കേട്ടോ ഉണങ്ങിയത്. നീ അത് കൊണ്ടുപോയി കത്തിച്ചോ. പിന്നെ മോൻ നാളെ രാവിലെ എത്തും. 4 ദിവസം കഴിഞ്ഞ് ഞാൻ ദുബായിലേക്ക് പോകുകയല്ലേ. പിന്നെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് മണ്ണ് പിടിച്ച് പോകുകയെ. 4 മാസം കഴിഞ്ഞിട്ട് ഞാൻ വരും. ആ ഇത് മുഴുവൻ ഇതൊക്കെ എടുത്തിട്ടേ ആ മുഴുവനും കൊണ്ടുപോയി കത്തിച്ചോ. കുറച്ച് തിരക്കിലാണ്, ഇന്ന് സംസാരിക്കാൻ സമയമില്ല. അമ്മ ഇതിപ്പോ കൊറേ സാധനങ്ങളുണ്ടല്ലോ, അമ്മ തന്നെ ചെന്ന് വാങ്ങിയതാ? ഇതൊന്നും അല്ല മോനെ, അമ്മ ഇന്നലെ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ വരികയല്ലേ, എത്രയായി വന്നിട്ട്. ഇത് അവിടെയും കുറേ സാധനങ്ങളുണ്ട്. ഫ്രിഡ്ജിൽ നിറയെ ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോകുമ്പോഴേ ബാക്കിയുണ്ട്, അങ്ങനെ രാജിക്ക് എടുത്ത് കൊടുക്കാനും. ഓ, അത് കുറച്ച് പച്ചക്കറി അല്ലമ്മേ, എന്തേലും ചെയ്യാൻ. അല്ലമ്മേ, ഇവിടെ നാട്ടില് സ്ഥലത്തിനൊക്കെ എങ്ങനെയാ വില? അല്ല, വേറെ ഒന്നല്ല, നമ്മൾ പുറത്തിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലേ. അല്ലെങ്കിൽ മോൻ എങ്ങനെ ഇവിടുത്തെ വിലകളൊക്കെ അറിയാനാ? പോയിട്ട് കുറേ ആയില്ലേ. ഇപ്പൊ എന്താ മോനെ, ഇവിടെ ദിവസത്തിന്റെ സ്ഥലത്തിന് വില കൂടി വരികയല്ലേ. പിന്നെ ആ റോഡ് സൈഡിലെ സ്ഥലവും ഇല്ലേ, ആ പമ്പിന്റെ അടുത്തുള്ളത്, അതാരോ വിൽക്കണമെന്ന് പറയുന്നു കേട്ടോ. ഇതാ മിഞ്ഞാന്ന് പറയണത് വിറ്റുപോയി എന്നുള്ളത്. അത്രയും ഡിമാൻഡ് ഇപ്പൊ സ്ഥലത്തിന്. മോൻ എന്താ സ്ഥലം? ഓ, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളമ്മേ, നാട്ടിലത്തെ കാര്യമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടേ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തിനാ സ്ഥലം? സ്ഥലം വീടൊക്കെ ഇല്ല ഇവിടെ, അതുപോലെ. അതല്ല മോനെ, നിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ എവിടെയും 10 സെന്റ് സ്ഥലം വാങ്ങിച്ചത് നല്ല കാര്യമാണ്. ഇപ്പൊ നീ 4 ലക്ഷത്തിന് വാങ്ങിയ അടുത്ത നമുക്ക് 8 ലക്ഷത്തിന് വിൽക്കാൻ പറ്റും.
അമ്മ അമ്മ വിചാരിക്കുന്ന പോലെ കുറെ പൈസ ഒന്നുമില്ല എൻ്റെ കയ്യിൽ സ്ഥലം വാങ്ങാനൊക്കെ ആയിട്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ താമസിക്കുന്നത്. മാസം മാസം എത്ര ചെലവ് വരുന്നറിയോ? അതിനിടയ്ക്ക് സ്ഥലം കൂടെ വാങ്ങാൻ നിന്നാലോ? വല്ല ലോൺ എടുത്തിട്ട് വാങ്ങേണ്ടി വരും. ഇനി ലോൺ എടുത്താലോ? അതടച്ച് തീർക്കണ്ടേ? അത് നടക്കില്ല അമ്മ. അത് പിന്നെ മോൻ പറയാനുണ്ടോ? എനിക്കറിയുന്ന കാര്യമല്ലേ. കുടുംബത്തോടൊപ്പം ഗൾഫിൽ പോയി താമസിക്കണമെങ്കിൽ നല്ല പൈസ ചിലവാ. ആ ജാനകിയൊക്കെ പറയുന്നത് കേൾക്കാലോ. അവരുടെ മോനൊക്കെ പോയിട്ട് 10 പൈസ അയക്കില്ല എന്നുള്ളത്. എനിക്കും അതല്ലേ. ഞാനിപ്പോൾ അടക്കിയും തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ കാര്യങ്ങളും പേപ്പറും പാലും പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകുന്നു. അതല്ല ഞാൻ മോൻ്റെ അടുത്ത് 1 രൂപ പോലും അയച്ചു തരാൻ പറയാണ്ടിരിക്കുന്നത്. എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ പറമ്പിലെ ഓരോ സാധനങ്ങൾ വിറ്റാൽ അത് മതിയല്ലേ മോനെ. എൻ്റെ മോൻ്റെ കാര്യം നന്നായി നടന്നു പോയാൽ മതി, അത്രേ അമ്മയ്ക്കുള്ളൂ. പിന്നെ എന്നെ കൊണ്ടുപോകാൻ മോൻ 3 മാസം മുൻപല്ലേ വിളിച്ച് പറഞ്ഞത്. അതിൽ പിന്നെ അമ്മ ചിലവ് നല്ലോണം ചുരുക്കി. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് വലിയ ചിലവൊന്നുമില്ല. എല്ലാ പൈസയും കിട്ടുന്ന ചെറുതായി എടുത്ത് ബാക്കി അങ്ങനെ ഞാൻ ബാങ്കിലിട്ട് വെച്ചിട്ടുണ്ട്. മോനെ പൈസ വേണമെങ്കിൽ എടുത്തോ. ഇപ്പം അമ്മനെയും കൂട്ടിയിട്ട് പോകുമ്പോഴേ ചിലവ് എനിക്ക് കൂടില്ല. അല്ലെങ്കിൽ തൽക്കാലം പൈസ അമ്മേൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ, വേണമെങ്കിൽ നമുക്ക് എടുക്കാലോ. മോനെ, ഇത് മോന് ഇഷ്ടമാണോ? എനിക്ക് നല്ല ഇഷ്ടം. ഡാഡി വാങ്ങി തരുന്നുണ്ട്. എന്നാ മോൻ ഇത് കഴിച്ചോട്ടാ. പിന്നെ ഇതും കൂടി കഴിക്കണം കേട്ടോ. നല്ലതാ മോനിത് കഴിച്ചു കഴിഞ്ഞാൽ. അവിടെ വാങ്ങലുണ്ടല്ലേ നിങ്ങള്? വാങ്ങുന്നുണ്ട്. ആണോടാ. ഇതും കഴിക്കണേ. കുഞ്ഞിന് വേണ്ടി അമ്മ കൊണ്ടുവന്നാണ് കേട്ടോ. ഇത് മോൻ TV കണ്ടോ? അമ്മ പോട്ടെ. ഈ സാരിയൊക്കെ എടുത്തിട്ട് എത്രയായി? ഇപ്പൊ സാരി എടുത്തത് ശരിക്കും പറയാൻ 2-3 വർഷമായി. ഇതൊക്കെ പഴയ സാരികളാ. പക്ഷെ പഴയതാണെങ്കിൽ ഞാൻ ഉടുത്തിട്ടൊന്നും ഇല്ലാലോ. ഇതവിടെ കൊണ്ടുപോയിട്ട് സാധാരണ ഉടുക്ക. ഒരുപാട് ഇതായി പോയോ? മോൻ ഇഷ്ടപ്പെടുവോ? അവിടെ പോയി കുറേ ആൾക്കാരും വലിയ വലിയ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമല്ലേ അവിടെ. ഇതൊക്കെ സാധാരണ ഉടുത്തു കഴിഞ്ഞാൽ അത് സാരമില്ല. എവിടെയെങ്കിലും പുറത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ കൂട്ടിയിട്ട് പോകുകയാണെങ്കിൽ നല്ല പട്ട് സാരിയുണ്ട്. എൻ്റെ അനിയത്തിയും ചേച്ചിയൊക്കെ തന്നത്. അതങ്ങ് കൊണ്ടുപോകാം. ഇത് മോൻ വരുമ്പോൾ ഓരോന്ന് എടുത്തു തരാൻ പറയും ഡ്രസ്സൊക്കെ. അതിന് എവിടെ സമയം അവർക്കൊക്കെ പോകാനും ഡ്രസ്സ് എടുത്തു തരാനൊക്കെ. ഇതൊക്കെ അവിടെ വൈകുന്നേരം മേലൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുമ്പോഴൊക്കെ ഇടാനോ. ഇനിയിപ്പോൾ അവിടെ മാക്സി ഇടാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അത് നല്ലതാണ്. രാജയൊക്കെ എൻ്റെ അടുത്ത് പറയലുണ്ട് അവിടെയൊക്കെ പോയി ഞങ്ങൾ ചുരിദാർ ഇടേണ്ട വരുന്നൊക്കെ. ഓ ചുരിദാറേ എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. ഒരു 3-4 മാക്സി എടുക്കാം. ബാക്കി മോൻ്റെ അടുത്ത് വാങ്ങിച്ചു തരാൻ പറയാം 2-3 എണ്ണം. പിന്നെ ഈ സാരി ഇത് മാത്രമേ കുഴപ്പമില്ല. അമ്മ ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ താഴെ കാണാതായപ്പോഴേ നോക്കി വന്നതാ. ഫുഡ് കഴിക്കണ്ടേ? ഞാനെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് മോളെ. ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞതാണ് നിങ്ങൾ കഴിച്ചോളെന്ന്. ഇത്തിരി ഒഴിവ് കിട്ടിയപ്പോഴേ അമ്മ വേഗം മേലേക്ക് വന്നതാ. ഇതൊക്കെ ഒന്ന് മടക്കി വെക്കേ. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതല്ലേ. ആ സമയത്ത് തിരക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടേ. 2 ദിവസം കഴിഞ്ഞ് പോണ്ടേന്നോ? എങ്ങോട്ടേക്ക് പോണ്ട കാര്യം അമ്മ പറയുന്നേ? ദുബായിലേക്ക് മക്കളുടെ കൂടെ. ദുബായിലേക്ക് അമ്മയും വരുന്നുണ്ടോ? ആ മോളെ, 3 മാസം മുൻപ് നിങ്ങൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞില്ലേ എന്നെയും കൂട്ടിയിട്ട് പോകണം എന്നുള്ളത്. അന്ന് തുടങ്ങിയുള്ള ഒരുക്കോ ഞാൻ. പിന്നെ എല്ലാവരോടും ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ വന്ന് എന്നെയും കൂട്ടിയിട്ട് പോകുന്നുള്ളത്. 3 മാസം മുൻപോ? അതിപ്പോ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഓർക്കുന്നില്ല അത്. ഏട്ടൻ ഇറങ്ങാനായോ? ഞാനിപ്പോൾ ഇറങ്ങും. അതെ, അമ്മ അവിടെ ഭയങ്കര ഒരുക്കത്തിലാ നമ്മുടെ ഒപ്പം വരാന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇപ്രാവശ്യം ഗൾഫിൽ പോകുമ്പോ അമ്മയും കൂട്ടിക്കൊണ്ട് പോകുന്നുള്ളത്? 2 ദിവസം കഴിഞ്ഞിട്ട് വരാനത്രേ. അമ്മ വരുന്നുണ്ട്. അതിനിപ്പോൾ എന്താ? ഞാൻ തന്നെ അമ്മേനോട് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, നമുക്ക് എല്ലാവരും കൂടി ഇപ്രാവശ്യം അങ്ങോട്ട് പോവാന്ന്. ഏട്ടനത് എന്ത് ഭാവിച്ച് അമ്മയും കൂട്ടിക്കൊണ്ട് പോവാന്ന് പറയുന്നത്? ചില്ലറ ചെലവാ വരാൻ പോകുന്നത്. ഇതിപ്പോ രജിസ്ട്രേഷന്റെ പേരിൽ ഇഷ്ടംപോലെ പൈസ ആ വഴിക്ക് അങ്ങോട്ട് പോകും. നമുക്ക് വരാൻ തന്നെ എത്ര ചെലവായി എന്നറിയോ? അതിൻ്റെ ഇടയ്ക്ക് കുറേ സാധനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടോ ഇതിനൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴോ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൂടി ആകുമോ? അവിടെ പോയിട്ടുണ്ടെങ്കിലോ ഒരാളുടെ ചെലവാ കൂടാൻ പോകുന്നത്. നടക്കുന്ന കാര്യം വല്ലതും പറ. കൂട്ടിക്കൊണ്ട് പോകലൊന്നും നടക്കില്ല. എടാ നീ എന്തെന്നീ പറയുന്നത്? അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് എക്സ്ട്രാ ചെലവ് വരാനാ? അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പോൾ ഇത്ര വലിയ സംഭവമാ? പിന്നെ അവിടെ വന്ന അമ്മ നമ്മുടെ കൂടെ താമസിക്കുക. നമുക്കുള്ള ചെലവിൻ്റെ കൂടെ ചെറിയൊരു 5-10 കൂടിയിട്ടുണ്ടെങ്കിൽ സ്വന്തം അമ്മയല്ലേ, അല്ലാണ്ട് വേറെ ആരുമില്ലല്ലോ. അമ്മ വരട്ടെ നമ്മുടെ കൂടെ പ്രാവശ്യം. ഏട്ടന് അറിയുന്നല്ലേ അവിടുത്തെ കാര്യങ്ങള്. ഇതൊന്നും അറിയാത്ത മാതിരി ഈ ചെറിയൊരു ശമ്പളം വെച്ചിട്ടേ അമ്മയും കൂടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചെലവ് താങ്ങാൻ പറ്റുമൊന്നുമില്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, ഇപ്രാവശ്യം അമ്മയെ കൂട്ടിക്കൊണ്ടുപോയിക്കോ. ഞാനും മക്കളും ഇവിടെ ഇരിക്കാം. എന്നിട്ട് എന്നാണോ അമ്മയെ തിരിച്ചു കൊണ്ടുവിടുന്നത് അന്ന് ഞങ്ങൾ വരാം. അതേ നടക്കും. എടാ നീ വെറുതെ അത് പറഞ്ഞ സമയം കളയാൻ നിൽക്കല്ലേ.
അവിടെ എല്ലാവരും കാത്തിക്കുക സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ വേണ്ടിയിട്ട്. നിനക്കിപ്പോൾ അമ്മേനെ കൂട്ടിക്കൊണ്ടുവന്നാണോ അത് ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ ആണോ പ്രധാനം? നിങ്ങൾ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ആദ്യം ചെയ്യാൻ നോക്കും, ബാക്കി കാര്യമൊക്കെ പിന്നെയല്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കും. അമ്മേൻ്റെ കാര്യമില്ല, പിന്നെ നമുക്ക് നോക്കാം. ഞാൻ പോയിട്ട് കേട്ടോ. മോനെ, അമ്മ വരണ്ടേ? അമ്മേ, അതിന് ഞാൻ ഇപ്പോൾ ഗൾഫിൽ പോവല്ല, ഞാൻ ഇവിടെ വരെ പോവാ. എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം പെട്ടെന്ന്. മോളെ, അമ്മ എന്താ ചെയ്യേണ്ടത്? അമ്മ റെഡി ആവണോ? എനിക്കറിയില്ല, അമ്മയുടെ ഏട്ടൻ എന്താ പറഞ്ഞത് അതുപോലെ ചെയ്താൽ പോരെ, അല്ലാണ്ട് ഞാനെന്ത് പറയാനാ. ഇല്ലടാ, ഇനിയിപ്പോൾ എന്തായാലും ഇപ്രാവശ്യം വരെ നടക്കില്ല. നാളെ 12 മണിക്ക് ഫ്ലൈറ്റ് ഞങ്ങൾക്ക് തിരിച്ചു പോകണ്ടേ. അപ്പോൾ ഒരു 8-8:30 വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങേണ്ടി വരും. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും അങ്ങോട്ട് വരും, ഉറപ്പായിട്ടും വന്നിരിക്കും. ഞാനും വൈഫും മക്കളും എല്ലാവരും വരും. ഇല്ലല്ല, ഒരു ലാൻഡ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ നേരത്തെ വിളിച്ച് പറഞ്ഞ് ശരിയാക്കി വെച്ചതാ ബ്രോക്കറോട്. പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ ടൈമിൽ മാത്രം വന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ വന്നാ. ജസ്റ്റ് 4 ദിവസം, അതുകൊണ്ടല്ലേ തിരക്കിട്ട് പോകുന്നത്. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റില്ല. എന്നാൽ ശരി, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ഓക്കെ. മോനെ, അമ്മ എന്താ ചെയ്യേണ്ടത്? വരണോ? അതാ അമ്മ എന്താ പോയി പറയുന്നത്? അമ്മ സത്യം പറഞ്ഞാലേ അമ്മേനെ കൂട്ടിയിട്ട് പോകാനാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്രാവശ്യം പ്ലാൻ ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യത്തെ വരവിൽ അമ്മേ നല്ല ചിലവ് വന്നു. പ്രതീക്ഷിച്ചില്ല ഇത്രയും പൈസ ചിലവാകുന്നു. അതോ പറ്റിപ്പോയത്? അത് വേറൊന്നുമല്ല, നമ്മളെ ഇവിടെ അടുത്തൊരു 15 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള പൈസ ഇങ്ങോട്ട് തീർന്നു. ഓ, സ്ഥലം വാങ്ങിയോ ഇപ്പോ? എവിടെ? എന്നിട്ട് എന്താ അമ്മൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല? അത് വേറൊന്നുമല്ലമ്മേ, കുറച്ച് ലാഭത്തിന് സ്ഥലം കിട്ടിയപ്പോഴേ വാങ്ങിയിട്ടതാ. പിന്നെ അമ്മേനോട് പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. ഏട്ടനല്ലേ പറഞ്ഞേ ഒരു 40 തെങ്ങും തൈ പറഞ്ഞിട്ടുണ്ടെന്ന്. അതവർ കൊണ്ടുവന്ന് നടുന്ന സമയത്തേ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളവിടെ നിർബന്ധമായിട്ട് വേണം, അല്ലെങ്കിൽ ഒരു മര്യാദയ്ക്ക് പണിയൊന്നും എടുക്കില്ല. അമ്മ പോയിട്ട് അവിടെ നിൽക്കട്ടെ, കുറേ ഉണ്ടമ്മേ. അത് മര്യാദയ്ക്ക് തടം എടുക്കാനും കുഴിച്ചിടാനും പിന്നെ എന്താ വെള്ളവും ബാക്കി ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കാനൊക്കെ അമ്മ വേണം പറയാൻ. ആ കാര്യം ഞാൻ വിട്ടുപോയി അമ്മേ. നമ്മളിവിടുന്ന് ആരും അവിടെ ചെന്നില്ലെങ്കിലേ അവന്മാർ നമ്മളെ പറ്റിക്കും. അങ്ങനത്തെ ടീമാ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. 40 തെങ്ങും തൈയാണ് നടാൻ പറഞ്ഞ്. ഇനിയിപ്പോൾ അമ്മ ഇവിടുന്ന് അങ്ങോട്ട് പോയില്ലെങ്കിൽ ചിലപ്പോൾ അവൻ 20 എണ്ണം അവൻ്റെ തോട്ടം അങ്ങോട്ട് നടും. നമുക്ക് 20 കാണുള്ളൂ. എന്തിനാ വെറുതെ അതിനെ നിൽക്കുന്നത്? അമ്മ കൃത്യസമയത്ത് അവിടെ ചെല്ലണം, പണി കഴിയുന്നവരവിടെ നിൽക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെന്ന് നോക്കിയും കൂടെ വേണം. നമ്മുടെ രാഘവനോടാ തൈകൾ കൊണ്ടുവരാൻ പറഞ്ഞ്. രാഘവനല്ലേ, അവൻ പറ്റിക്കൊന്നുമില്ല മോനെ. അവൻ അച്ഛനുള്ള ടൈമിൽ തന്നെ തുടങ്ങിയതാണ് നമ്മളോട് ഓരോ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് സാരമില്ല, നിങ്ങളുടെ പണികൾ നടക്കട്ടെ, ഞാൻ പോയി നിന്നോളാം അവിടെ. അല്ല, ഈ രാഘവേട്ടൻ തന്നെ തെങ്ങിൻ തൈകൾ മുഴുവൻ നനയ്ക്കോ? നല്ല വേനലാ, മര്യാദയ്ക്ക് വെള്ളം നനച്ചു കൊടുത്തില്ലെങ്കിൽ തൈകൾ മുഴുവൻ കരിഞ്ഞു. എടോ, അതിനല്ലേ അമ്മ ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഞാൻ കണക്കൂട്ടിനാണ് ഇപ്രാവശ്യം അമ്മേനെ നമ്മൾ കൂട്ടിക്കൊണ്ടത്. അത് നമ്മൾ അമ്മേനെ കൊണ്ടുപോകില്ലേ? അമ്മ, അവിടെ ഒരു ചെറിയ കിണറുണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ഒരു മോട്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ എന്നും അവിടെ പോയിട്ട് ആ മോട്ടർ ഒന്ന് ഓണാക്കാം. എന്നിട്ട് ആ പൈപ്പ് വെച്ചിട്ടേ അവിടെ എല്ലാ തെങ്ങും തൈ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. അമ്മ എത്രത്തോളം നന്നായിട്ട് നോക്കുന്നു അതിനനുസരിച്ച് അതിൽ തേങ്ങ ഉണ്ടാവും. നല്ലൊരു വരുമാനമായില്ലേ ഭാവിയിൽ. പിന്നമ്മേ, വേറൊരാളെ വെക്കാന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാ, നല്ല പൈസ കൊടുക്കണം. അത് ശരിയാ മോനെ, ഞാനിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പണിക്ക് ആളെ വെക്കാണ്ട് കഴിഞ്ഞില്ലേ. നിങ്ങൾക്ക് എന്തായാലും അവിടേക്ക് ഒരു പണിക്കാർ എത്രയോ അത്യാവശ്യമല്ലേ. എടാ, പിന്നെ നിനക്കൊരു പരിപാടി ഉണ്ട്, പോകുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് പാക്കിങ് തുടങ്ങുന്നത്. ആ പരിപാടി എന്തായാലും ഇപ്രാവശ്യം നടക്കില്ല കേട്ടോ. നാളെ രാവിലെ നേരത്തെ നമുക്ക് പോകണ്ട. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ എല്ലാ പാക്കിങ്ങും തീർത്ത് വെച്ചോളണം. പാക്കിംഗ് ഒക്കെ എപ്പോഴേ കഴിഞ്ഞു. എനിക്കിപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി. നമ്മൾ വന്ന കാര്യം കഴിഞ്ഞില്ലേ. ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ വിട്ടു പോയി. ഇപ്പൊ മോനെയും വളർത്തിയിരുന്നു. അവസാനം ഞാൻ അവനൊരു പണിക്കാരിയെ.
എന്നാ പിന്നെ ശരിയമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. ആ ശരി മക്കളെ, പോയിട്ട് വരും. പിന്നെ മോനെ അച്ചാർ വെച്ചിട്ടുണ്ട് കേട്ടോ അതില്. അച്ഛപ്പ നമ്മളുടെ കൂടെ വരുന്നില്ല ഡാഡി? അച്ഛമ്മേനെ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുപോകുന്നില്ല, അടുത്ത പ്രാവശ്യം കൊണ്ടാവാം കേട്ടോ. ആ. ശരി അമ്മ, ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മ പിന്നെ ആ തോട്ടത്തെ കാര്യം മറക്കല്ലേ, തെങ്ങുന്നേന്നും പോകരുത് കേട്ടോ. എന്നീ കാര്യം വിളിക്കണേ. നടക്കുന്നാലേ നടക്കും. ഹലോ. ആ, എയർപോർട്ടിൽ എത്തുന്നവരെ ഈ സിമ്മോ? ഇല്ലടോ, ഞാൻ പോയില്ല. അതില്ലേ, ഇവിടെ മോൻ ഈ പാടത്തെ ഒരു 15 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് അത്രേ. അത് പെട്ടെന്ന് ശരിയായി എന്നാവും പറയുന്നത്. അവിടെ രാഘവനെ കൊണ്ട് 40 തൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടാൻ വരുന്നോ, അമ്മ ഇവിടെ ഇല്ലാണ്ടിരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ സാരമില്ല മോനെ, ഞാനിവിടെ ഇരുന്ന് അതെല്ലാം നോക്കിക്കോളാം, അടുത്ത പ്രാവശ്യം വന്ന് എന്നെ കൂട്ടിയിട്ട് പോയാൽ മതി പറഞ്ഞു ഞാൻ. ആ പിന്നെ നീ ഒന്ന് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ. അത് എത്ര ദിവസം മക്കൾ 3-4 ദിവസം ഉണ്ടായിട്ടേ അവിടെ ആരും ഇല്ലാണ്ടിരുന്ന എനിക്ക് ഒറ്റയ്ക്ക് എന്തോ ഒരു വിഷമം പോലെ തോന്നുന്നു. ഇന്നത്തെ ഒരു ദിവസം മതി കേട്ടോ, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ആ ശരി ശരി. അല്ല ഇപ്പൊ ഒന്നും വരണ്ട, നീ പിന്നെ വന്നാൽ മതി, പണിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രി. ശരി. എന്റെ ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഇനി എത്ര കാലങ്ങൾ ജീവിക്കേണ്ടി വരുന്നത് എനിക്ക് ഒരു പിടുത്തമില്ല. ആർക്ക് വേണ്ടി ജീവിക്കണേ, എന്തിനാ ഞാൻ ജീവിക്കുന്നത് എനിക്കെന്നെ അറിയുന്നില്ല ദൈവമേ. ഒരാളല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് പോവാ പറയാ. ആ ഒരു മോനേ ഉള്ളൂ. ഒരു പെൺകുട്ടികളുള്ളതാണെങ്കിൽ അവളുടെ അടുത്ത് പോകാന്ന് പറയാ, അതുമില്ല.